ഒത്തിരി നന്നായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതിനും അപ്പുറമായിട്ട് തന്നെ നന്നായിരുന്നു കേട്ടോ. എല്ലാവർക്കും കാണാൻ പറ്റിയ, പ്രത്യേകിച്ച് അഖിൽ മാരാറിനെയൊക്കെ ഞാൻ നേരത്തെ തന്നെ പുള്ളിയുടെ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന, അതുപോലെ തന്നെ ആ ആഗ്രഹത്തിന് അപ്പുറമായിട്ട് തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ആക്ഷനൊക്കെ നന്നായിരുന്നു. സെറീന എല്ലാവരും ഉണ്ട്. പക്ഷെ അഖിൽ മാരാർ മാത്രമേ ഉള്ളൂ ഇവിടെ ഇല്ലാത്ത, കൊട്ടാരക്കരയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ശരിക്കും നന്നായിരുന്നു. സൂപ്പർ, അടിപൊളി. അഖിൽ മാരാറിൻ്റെ പെർഫോമൻസ് പറയാൻ നല്ല പെർഫോമൻസാണ്. ഫസ്റ്റ് പടമാണെങ്കിൽ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ട്വിസ്റ്റെല്ലാം ഉണ്ട്, പ്രതീക്ഷിച്ചോളം ലാഗ് ഒട്ടുമില്ല. അഖിൽ മാരാറാണ് ചെയ്തിട്ടുണ്ട്. ലാലട്ടൻ സ്റ്റൈലാണ് ചെയ്തിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ജാഫർ ഇടിക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. കണ്ടിരിക്കാം, ഒരുപാട് കണ്ടിരിക്കാം. വലിയ എക്സ്ട്രോണറി മൂവി ഒന്നും ഒരുപാട് കണ്ടിരിക്കാം. ലാഗില്ല. മൂവി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും. ഹീറോ കുറച്ചൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഭയങ്കര സ്റ്റോറിയായിരുന്നു. ഫ്രണ്ട്ഷിപ്പിൻ്റെ, ഫാമിലിയുടെ, സിസ്റ്റർ ബ്രദർ ബോണ്ട് എല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു മൂവിയായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അതിൻ്റെ ഒരു നാടൻ ഹീറോ, നല്ല രസമുണ്ടായിരുന്നു. ബുള്ളറ്റ് ഓടിച്ചു വരുന്ന കുറേ സീൻസ് ഉണ്ടായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അങ്ങനെയൊക്കെ തന്നെ പറയാം. നല്ലൊരു മാസ് ഹീറോ, അത്രേ ഉള്ളൂ. നന്നായിരുന്നു. ശരി. ഒരുപാട് വർഷത്തെ സ്വപ്നമാണ്. ആ സ്വപ്നം ഒന്ന് പൂവണിഞ്ഞു ഇവിടെ എന്നുള്ളതാണ്. എനിക്കറിയത്തില്ല, ഇത് കൊച്ചിലെ മുതൽ കണ്ടൊരു സ്വപ്നമായോണ്ട് ഇത് ഭയങ്കര ഹാപ്പിനെസ്. എനിക്കിഷ്ടപ്പെട്ടു. എല്ലാം നന്നായിരുന്നു. ഇനി കാണുന്നുണ്ടായിരുന്നു. ഹി വാസ് നോട്ട് ദെയർ ഇനഫ്. ഡയലോഗ്സ് കുറവായിരുന്നു. ഇനിയും വേണമായിരുന്നു അഖിലിന്റെ. നമ്മളെ ഇപ്പൊ ഉണ്ട് ഇവിടെ. അഭിഷേക് ഇപ്പൊ ഇറങ്ങി വരും കാണണമെങ്കിൽ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് പടം കാണുന്നത്. പ്രിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയുടെ എല്ലാം ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അഭിനയിച്ച ആദ്യത്തെ പടമാണ്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ബിഗ് സ്ക്രീനിൽ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാതെ വന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നി? നല്ലതായിട്ട് തോന്നി. നിങ്ങൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, ബഡ്ജറ്റ് വൈസ് ആയാലും സിനിമയിലെ പല പല കാര്യങ്ങളൊക്കെ മൂവി കൂടിയാണ്. അതെ അതെ, നമുക്ക് എപ്പോഴും ഈ ഒരു പടം ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ഫ്രഷ് പ്രൊഡക്ഷൻ, ഫ്രഷ് ടീമാണ്. ഇപ്പം സിനിമ ഒരുപാട് സ്വപ്നം കണ്ട് വന്നവരുടെ ഒരു പടമാണ്. അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും. ഇപ്പം നമ്മളെ ബിഗ് ബോസിൽ വന്നപ്പം എല്ലാവർക്കും നമ്മളെ സമയമെടുത്താണ് ഇഷ്ടപ്പെട്ടത്. ആ സമയമെടുത്താണ് വോട്ടിങ് കൂടിയത്. അതുപോലെ തന്നെ പടമാണെങ്കിലും സമയമെടുക്കും നമുക്ക് മനസ്സിലാകാനും. അതാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത്, നമ്മളെ കറക്റ്റ് ചെയ്യുക. എന്നെ ആണെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുക. എനിക്ക് പഠിക്കണം, എനിക്ക് വളരണം. അപ്പം അതുപോലെ തന്നെ ആൾക്കാർ കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ. ഞങ്ങൾക്കും വളരണം, പഠിക്കണം. ഈ ഒരു സിനിമ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. കറക്റ്റ് സമയത്തിന് ബിഗ് ബോസ് സീസൺ 7 സമയത്തിന് തന്നെ ഞങ്ങൾക്കത് പ്രൊമോട്ട് ചെയ്യാനും പറ്റി. സോ വെരി ഹാപ്പി ഫോർ ദാറ്റ്. എല്ലാവരും സിനിമ കാണുക. പിന്നെ എന്താ പറയാ, ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ്. എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി പുതിയതായിട്ടാണ് അഭിനയിച്ചെന്നുള്ളത് ആരും കണ്ടാൽ പറയുന്നില്ല. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ജോ എല്ലാവരും എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ സിവിൻ ചേട്ടനോടും പറയുന്നുണ്ട് ഒരു ഫ്യൂച്ചർ ഭയങ്കരമാണ്, നിൻ്റെ അഭിനയ ഫ്യൂച്ചർ ഞാൻ നല്ലോണം കാണുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് ഹാപ്പിയാണ്. അങ്ങനെ ഒരു അഭിനയത്തെ കുറച്ചുകൂടി പ്രശംസിക്കുമ്പോൾ അത് ഭയങ്കര ഹാപ്പിയായിട്ട് എനിക്ക് തോന്നുന്നു. ഈ അഖിൽ മാരാർ ഇവിടെ ഇല്ല, അദ്ദേഹത്തിൻ്റെ പ്രകടനം സ്ക്രീനിൽ കാണാൻ എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഷൂട്ട് ടൈമിൽ ഫുൾ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അവിടുത്തെ പെർഫോമൻസ് എല്ലാം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കത് ജഡ്ജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ജഡ്ജ് ചെയ്യേണ്ടത് ബാക്കിയുള്ള ആൾക്കാരാണ്. ഞാൻ ഫുൾ ടൈം ഷൂട്ട് കണ്ട് അതിൻ്റെ ഡബ് റീൽ കണ്ട് ഡബ് ചെയ്ത് വരുമ്പം എനിക്കത് കൂടുതൽ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് സാധാരണക്കാരായ ആൾക്കാരാണ്. അവർ ജഡ്ജ് ചെയ്യട്ടെ. ആ ജഡ്ജ്മെൻറ്റ് എന്താണെങ്കിലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്.